വളരെ കയ്യടി നേടുന്നൊരു ബഡ്ജറ്റാണ് ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. മധ്യവർഗം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 12 ലക്ഷം രൂപ വരുമാനം വരെ ഇനി ആദായ നികുതി പരിധിയിൽപ്പെടുന്നില്ല. വളരെ ആകർഷകമായ ഒരു സ്ലാബ് ആദായ നികുതി നൽകുമ്പോൾ പുതിയൊരു സ്ലാബ് സിസ്റ്റം വെച്ചിരിക്കുന്നു. ഇതൊക്കെ വളരെ മധ്യവർഗത്തെ സഹായിക്കുന്നതാണ്. 1 ലക്ഷം രൂപയിലധികം മാസം ഏൺ ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം പകരുന്ന ഒരു ബജറ്റ്. മറുവശത്ത് ജനകീയ മുഖം കൂടുതൽ കരുത്തോടെ ഇന്ത്യയുടെ മുന്നിൽ മോദി ഒന്നുകൂടി വ്യക്തമാക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ, പദ്ധതികൾ, കാർഷിക മേഖലയെ സമഗ്രമായി പുനരവതരിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ. എന്തു തോന്നുന്നു ഈ ബജറ്റിലൂടെ കണ്ണോടിക്കുമ്പോൾ അങ്ങേക്ക്? ഒരേ സമയം കയ്യടി നേടുകയും കല്ലേറ് നേടുകയും ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണെന്നേ പറയാനൊക്കെയുള്ളൂ. കയ്യടി നേടുന്ന ബഡ്ജറ്റെന്ന് മാത്രം നമ്മൾ പറഞ്ഞു നിർത്തിയാൽ അത് ശരിയാവില്ല. ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷയ്ക്കപ്പുറം ആഹ്ലാദത്തിന് വക നൽകുന്ന ചില കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു വിഭാഗത്തെ സംബന്ധിച്ച് മാത്രമാണ്. സാലറീഡ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഒരു 10 ലക്ഷം രൂപ, 12 ലക്ഷം രൂപ, അല്ലെ 15 ലക്ഷം രൂപ വരെയൊക്കെ ഇൻകം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, നിശ്ചിത വരുമാനമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള ആശ്വാസം നൽകിയ ഒരു ബഡ്ജറ്റാണ്. വളരെ കാലമായി ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നുകൊണ്ടിരുന്നു. അത് ചെറിയ തോതിൽ പലപ്പോഴും ഇൻകം ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സിനെ സംബന്ധിച്ച് എക്സംഷൻസ് ഓരോ ബഡ്ജറ്റിലും വന്നുകൊണ്ടിരുന്നു. അത് വളരെ മാർജിനലായിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ 3-4 വർഷമായിട്ട് ന്യൂ ടാക്സ് പ്ലാൻ വന്നു കഴിഞ്ഞപ്പോൾ, ഇൻകം ടാക്സിൻ്റെ പുതിയ രീതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആവുകയും ചെയ്തു. പഴയ രീതിയിൽ വേണമെങ്കിലും ഓൾഡ് സ്കീമിൽ കൊടുക്കാൻ ന്യൂ സ്കീമിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാവുന്ന അത് കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുകയാണ് ഇത്. പക്ഷേ ഏതാണ്ട് 70-75% ആളുകൾ ഇപ്പോൾ തന്നെ ന്യൂ സ്കീമിലേക്ക് മാറിയിട്ടുണ്ട്, കൂടുതൽ ആനുകൂല്യങ്ങളുള്ളതുകൊണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ബഡ്ജറ്റിൽ 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തെ പൂർണ്ണമായിട്ടും നികുതിയിൽ നിന്ന് പേഴ്സണൽ ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് കൊണ്ട് ഒരു വലിയ വിഭാഗം ആളുകൾ, മൊത്തം ഇൻകം ടാക്സ് പേ ചെയ്യുന്നതിൽ ഭൂരിപക്ഷം ആളുകളും ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തായി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം. ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ഇത്രയും പേരെ ആളുകൾക്ക് ആശ്വാസം നൽകി എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തെ അത് ബാധിക്കുകയും ചെയ്യും. ഒരു വലിയൊരു നമ്പറിനെയാണ് അത് ബാധിക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ കിട്ടും. ആ ഒരു ഭാഗം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ മറുവശത്ത് അങ്ങിത് പറയുമ്പോഴും ഇന്ത്യയിലെ മധ്യവർഗം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് പ്രോജക്ട്സുമായി രംഗത്തെത്തിയ ഒരു വലിയ വിഭാഗം യുവജനങ്ങളുണ്ട് ഇന്ത്യയിൽ. അവരുടെ മുഖ്യ പ്രശ്നം അവർക്ക് ലഭിക്കുന്ന 10-12 ലക്ഷം രൂപ, അതിൽ വലിയൊരു ഭാഗം സർക്കാരിലേക്ക് തന്നെ ആദായ നികുതിയായി തിരിച്ചു പോകുന്നു. റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് നഷ്ടപ്പെടുന്നു. ഇത് വലിയ കുറേ കാലങ്ങളായി ഇന്ത്യയിൽ ഉയർന്നു വന്ന ഒരു പരാതിയും പരിദേവനവും ഒക്കെയാണ്. തങ്ങൾക്ക് ഈ ചെറുകിട വ്യവസായങ്ങളിൽ, ചെറുകിട നിക്ഷേപങ്ങൾക്ക് മാർഗമില്ല. അതിനൊക്കെ ലോണിനെ ആശ്രയിക്കേണ്ടി വരുന്നു. ബാങ്കിൽ നിന്നെടുക്കുന്ന ലോണിന് വലിയ പലിശ കൊടുക്കേണ്ടി വരുന്നു. അതിന് തക്ക മാർജിൻ, ലാഭം നേടാൻ കഴിയുന്നില്ല. അവിടെയൊക്കെ വലിയൊരു ആശ്വാസം തന്നെയല്ലേ ഈ ബജറ്റ് മുന്നോട്ട് വിഭാവനം ചെയ്യുന്നത്? 3-4 പേര് ഒത്തുചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ്സിന്, ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു കളക്റ്റീവായി നോക്കുമ്പോൾ അവർക്ക് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വലിയ ശക്തി പകരുന്ന ഒരു ബജറ്റ് തന്നെയല്ല. അല്ല, അത് പേഴ്സണൽ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് കോർപ്പറേറ്റ് ഇൻകം ടാക്സിനെ സംബന്ധിച്ചുള്ളതും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കമ്പനികളെ സംബന്ധിച്ചൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എക്സംഷൻ. ആ എക്സംഷൻസ് കുറച്ചുകൂടി ഇപ്രാവശ്യം വിപുലീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത് രണ്ട് കാര്യമാണ്. പേഴ്സണൽ ഇൻകം ടാക്സ് അവിടെ ബാധിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സ്റ്റാർട്ടപ്പുകളെല്ലാം കോർപ്പറേറ്റുകളായിട്ട്, നിയമത്തിൻ്റെ മുന്നിൽ കോർപ്പറേറ്റുകളായിട്ടാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്, കമ്പനികളായിട്ടാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ കമ്പനികളുടെ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ആണ് അവർക്ക് ബാധിക്കുന്നത്. അത് തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക്, പുതിയതായി വരുന്ന സ്റ്റാർട്ടപ്പുകളുടെ കാറ്റഗറിയിൽ വരാത്ത കമ്പനികൾക്കുമൊക്കെ ചില ആനുകൂല്യങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി വിപുലമാകുന്ന ചില നീക്കങ്ങളുണ്ട്. അത് ബഡ്ജറ്റിൻ്റെ ഫൈൻ പ്രിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഏതെല്ലാം തലത്തിലാണത് ആളുകൾക്ക് പ്രയോജനപ്പെടുന്നതെന്ന് നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. പക്ഷേ സ്റ്റാർട്ടപ്പുകളെ പറ്റി പറയുമ്പോൾ സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു കാഴ്ചപ്പാട് വളരെ ശരിയാണ്. അതേ സംബന്ധിച്ച് ഒരു സന്ദേഹവുമില്ല. പലപ്പോഴും പക്ഷേ സ്റ്റാർട്ടപ്പുകളുടെ ഒരു വലിയ പങ്ക് അകാല മരണം പ്രാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും സ്റ്റാർട്ടപ്പുകൾക്ക് വരുന്ന പല ആളുകൾക്കും
അതോ ഗൗരവബുദ്ധിയോടെ കാണാത്ത ആളുകളുണ്ട്. ഒന്ന്. രണ്ടാമത് ഗൗരവബുദ്ധിയോടെ കണ്ട ആളുകൾ തന്നെ അത് മനഃപൂർവ്വമാണോ അല്ലേ അതെയോ. നമ്മളുടെ ബൈജൂസിൻ്റെയൊക്കെ നമുക്ക് ഉദാഹരണങ്ങളുണ്ട്. വലിയ പ്രതീക്ഷയോടെ വന്ന പല സ്റ്റാർട്ടപ്പുകളും പിന്നീട് തകർന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പുകളിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. ഒരു രാജ്യത്ത് ഒരു വലിയ സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ചില സ്റ്റാർട്ടപ്പുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കോൺട്രിബ്യൂഷൻ നമ്മൾ അംഗീകരിക്കേണ്ടതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പുകൾ ആർക്കും കയറി മേഞ്ഞ് ആർക്കുമായി സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നതൊരു ഉത്തരവാദിത്ത ബോധമില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി വന്നിരിക്കുന്ന ഈ നയങ്ങളും നടപടികളും വലിയ നടപടികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാഷ്വലായിട്ട് കണ്ടതേ ഉള്ളൂ. അതിനകത്ത് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. കൂടുതൽ യാഥാർത്ഥ്യബോധം ഇപ്പോൾ മൊബൈൽ ഫോണുകൾ ഏകദേശം 36ഓളം വിവിധ മരുന്നുകൾ, ക്യാൻസർ മരുന്നുകൾ ഉൾപ്പെടെ ഇതിൻ്റെയൊക്കെ നികുതി ഘടനയിൽ കുറവ് വരുത്തുകയോ ചിലതൊക്കെ എടുത്തു കളയാം. മരുന്നുകളുടെ കാര്യത്തിൽ പൂർണ്ണമായും നികുതി എടുത്തു കളഞ്ഞ ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട്. ഒരു സമഗ്ര പരിഷ്കരണത്തിനുള്ള ശ്രമം തുടങ്ങി വെച്ചു എന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്. കാർഷിക മേഖലയിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 മേഖലകൾ പുനരുദ്ധരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഊർജ്ജം, ഖനനം, അങ്ങനെ നിരവധി. പിന്നീട് നിർമ്മലാ സീതാരാമൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വലിയ വാഗ്ദാനമുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ച് ഏറെ പ്രയോജനകരമാക്കാവുന്നതാണ്. മെഡിക്കൽ ടൂറിസം, വിസ പ്രോസസ്സിംഗ് ഒക്കെ എളുപ്പമാക്കി. നേരത്തെ തന്നെ കേരളം ആ മേഖലയിലേക്ക് വളരെ ശക്തമായി കടന്നു വന്നതാണ്. അല്ല, അത് കാഴ്ചപ്പാട് ശരിയാണ്. പക്ഷേ നമ്മൾ കാണുന്നത് പ്രായോഗിക തലത്തിൽ അതൊരു സന്ദേഹത്തോടെ പറയുകയല്ല എങ്കിൽ പോലും പ്രായോഗിക തലത്തിൽ ഈ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നതാണ് നമുക്ക് കാണുന്നത്. നിർമ്മലാ സീതാരാമൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ഇപ്പോഴത്തെ കക്ഷിയുടെയോ അല്ലെ കാലാകാലങ്ങളിൽ ഭരിക്കുന്നവരുടെ കുഴപ്പമൊന്നുമല്ല. ഇത് നമ്മൾക്കൊരു പ്രത്യേക ബ്യൂറോക്രാറ്റിക് സംവിധാനം നമുക്കുണ്ട്. അത് പൊളിച്ചെഴുതാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു. വലിയ രാജ്യങ്ങൾ നമ്മൾ പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളെ നമ്മൾ താരതമ്യം ചെയ്യേണ്ട. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീലങ്ക പോലും ഈ മെഡിക്കൽ ടൂറിസം മേഖലയിലുമൊക്കെ എത്ര കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ആളുകളെ ആകർഷിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഇന്ത്യക്ക് വലിയ പരാജയമാണ്. പ്രായോഗിക തലത്തിൽ ഇപ്പോഴും നമുക്ക് വലിയ പരാജയമാണ്. വിസ കാര്യങ്ങളെ സംബന്ധിച്ചോളം നടപടിക്രമങ്ങളുടെ ആ നൂലാമാലകൾ, ഈ നയങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ വലിയ പരാജയപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും സമീപനം ശരിയാണ്. പക്ഷേ ഇതിനകത്ത് ടൂറിസത്തെ സംബന്ധിച്ച്, മെഡിക്കൽ ടൂറിസത്തെ സംബന്ധിച്ചുമൊക്കെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എനിക്ക് ഒരു സമീപനത്തിലൊരു വലിയ മാറ്റം എന്ന നിലയിൽ ഞാൻ കാണുന്നത് ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാർഷിക മേഖലയെപ്പറ്റി പറഞ്ഞു തുടങ്ങിയതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് മാറ്റം എന്ന് പോലും നമുക്ക് പറയാവുന്ന ഒരു വളരെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്നുള്ളത് കാർഷിക മേഖലയ്ക്ക് ബഡ്ജറ്റ് പ്രസംഗത്തിൽ നൽകിയ ഊന്നലാണ്. ബഡ്ജറ്റിൽ അത് നടപ്പിലാക്കുക. ബഡ്ജറ്റിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നമ്മൾ പ്രത്യേകമായി ഊന്നൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഏതാണ്ട് പല നമ്മുടെ കണക്കുകളിൽ, സ്ഥിതിവിവര കണക്കുകളിലെല്ലാം വലിയ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതുകൊണ്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട. എങ്കിൽ പോലും ഏതാണ്ട് പകുതിയോളം ആളുകൾ, ഒരു 45% ആളുകൾ ഇന്നും കാർഷിക മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ ദേശീയ വരുമാനത്തിൻ്റെ 15% മാത്രമാണ് കാർഷിക മേഖലയുടെ കോൺട്രിബ്യൂഷൻ. അതായത് ഇന്ത്യയിൽ ഏതാണ്ട് പകുതിയോളം ആളുകൾ ചേർന്ന് ഇന്ത്യയിൽ നടത്തുന്ന ദേശീയ വരുമാനത്തിൽ നൽകുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 15%. അതിന് ട്രഡീഷണലായിട്ടുള്ള വളരെയേറെ കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും ലോകമെല്ലാം വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. സാങ്കേതിക വിദ്യകൾ, അതുപോലെ ആധുനിക യന്ത്രോപകരണങ്ങളൊക്കെ ഇപ്പം പ്രാപ്യമാണ്. പണ്ടത്തെ പോലെയുള്ള നിയന്ത്രണങ്ങളൊന്നുമില്ല. ലോകത്തെവിടെയുമുള്ള പുതിയ കണ്ടെത്തലുകൾ, സാങ്കേതിക വിദ്യകളൊക്കെ നമുക്കിവിടെ കൊണ്ടുവരും. അതുപോലെ അഗ്രികൾച്ചർ മേഖലയിൽ ഇന്ത്യക്ക് മഹത്തായ ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഏറ്റവും പ്രഗത്ഭന്മാരായ ആളുകൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ ആസ്ഥാനമായിട്ടുള്ള ട്യൂബർ ക്രോപ്സ് റിസർച്ച് സെൻറ്റർ, അവിടെയൊക്കെ എത്രയോ പേറ്റൻറ്റുകളുണ്ട്. ആ പേറ്റൻറ്റുകളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പലരും ഉപയോഗിച്ച് അതുകൊണ്ട് അവരുടെ സാമ്പത്തിക മേഖലയ്ക്ക് നേട്ടങ്ങളുണ്ട്. നമ്മുടെ ഈ കണ്ടുപിടുത്തങ്ങളും അറിവുകളും ഒക്കെ ഇപ്പോഴും പരീക്ഷണശാലകളിൽ ഉറങ്ങുകയാണ്. അത് കാർഷിക മേഖലയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയുമെന്ന ഈ ബഡ്ജറ്റിന് അവർ പ്രചോദനമാവുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ഒരു കാര്യം. തീർച്ചയായിട്ടും ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ നമ്മൾ ബജറ്റുകളെ കണ്ടിരുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് എത്ര തുക മാറ്റിവെച്ചു, റോഡ് വികസനത്തിന്, തുറമുഖ വികസനത്തിന്. പക്ഷേ മോദി സർക്കാർ അക്കാര്യത്തിൽ വളരെ ശക്തമായ ആർജവത്തോടെയുള്ള ചില നീക്കങ്ങൾ നടത്തി. അടിസ്ഥാന സൗകര്യം, പ്രത്യേകിച്ച് റോഡ് വികസന കാര്യത്തിൽ ടോൾ സംവിധാനം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മറ്റൊരു തലത്തിലേക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തെ അവർ മാറ്റി. തുറമുഖം
ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രൈവറ്റ് സെക്ടറിനെ ഏൽപ്പിച്ച് അതിനെ കൂടുതൽ കരുത്തുറ്റതാക്കി. അപ്പോൾ ഇത്തരം മുതൽ മുടക്ക് അല്ലെങ്കിൽ മൂലധന മുതൽ മുടക്കിൽ നിന്ന് ബഡ്ജറ്റിന്റെ ഒരു പൊതു സമീപനം പൊതുവെ ഇപ്പോൾ മാറിയില്ലേ? അല്ല, അത് നിരാശാജനകമായ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചൊരു കാര്യം എന്നുള്ളത്, കഴിഞ്ഞ ഒരു മോഡി ഗവൺമെൻറ്, ഈവൻ വാജ്പേയി ഗവൺമെൻറ് തുടക്കമിട്ട, പിന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല, ഗവൺമെൻറ് അധികാരം കഴിയുന്നതിന് പോവുകയൊക്കെ ചെയ്തത്. പിന്നീട് ഗഡ്കരി വന്നതിന് ശേഷം, അല്ലെ മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷക്കാലമായി ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന, ഗഡ്കരിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന, പ്രത്യേകിച്ചും ആ ദേശീയപാതയുടെ വികസനം, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൻ്റെ മേഖലയിൽ നമ്മളൊരു വലിയ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാനൊക്കില്ല. അത് അതിൻ്റെ ഒരു ഫലം പൂർണ്ണമായിട്ട് നമുക്ക് കണ്ടെത്താൻ ഫലം അനുഭവിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ അനുഭവിച്ചു തുടങ്ങി. അതിൻ്റെ ഫലം നമ്മൾ മുന്നോട്ടാണ് അനുഭവിക്കേണ്ട. ഒരു ചെറിയൊരു കാലം കൊണ്ട് നമുക്കതിൻ്റെ ഫലപ്രാപ്തിയിലെത്തില്ല. പക്ഷേ ആ മേഖലയിൽ നമ്മളൊരു കുതിച്ചുചാട്ടം നടത്തിയിരുന്നു. ആ കുതിച്ചുചാട്ടം എന്തുകൊണ്ടോ അതൊരു കിതപ്പായി മാറുന്നതാണ് ഈ ബഡ്ജറ്റിൽ കാണുന്നത്. ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ആ മേഖലയിൽ കാര്യമായ ഒരു വാഗ്ദാനവും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അത് ഒരു സമീപനത്തിന്റെ പ്രശ്നം കൂടി അതിലില്ലേ? ടോൾ പിരിവ് അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാക്കി മാറ്റിയ ഒരു കാഴ്ചപ്പാട് ഗഡ്കരിയുടെ. അപ്പോൾ വലിയ വരുമാനമുള്ള ഒരു വലിയ സംവിധാനമാണ്. അതിൽ തന്നെ അവർക്ക് ഫിനാൻസിങ് സോഴ്സുകളുണ്ട്, അത് കൃത്യമായി തിരിച്ചടവ് നടക്കുന്നുണ്ട്. പഴയതുപോലെയുള്ള ഒരു അടിസ്ഥാന സൗകര്യ വികസന ലക്ഷ്യത്തിലേക്കല്ലല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലല്ല, അതിൻ്റെ ഒരു തുടക്കമേ ആയിട്ടുള്ളൂ. ഇത് നമ്മൾ വളരെയേറെ മുന്നോട്ട് ഇനി അതിനകത്ത് പോകാനുണ്ട്. അത് നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ്, അതായത് ചരക്ക് ഗതാഗതത്തെ സംബന്ധിച്ച് ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകിച്ചും ഉൽപ്പാദന മേഖലയുടെ, ഈവൻ കാർഷിക മേഖലയുടെയൊക്കെ കാര്യക്ഷമതയുടെ ഏറ്റവും വലിയ ഒരു അളവുകോൽ എന്ന് പറയുന്നത് ആ രാജ്യത്തെ ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ മേഖലയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഒരു ഉൽപ്പന്നം അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവന്ന് ഉൽപ്പാദിപ്പിച്ച് ഉൽപ്പന്നം അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിക്കുന്ന അതൊരു ചിലവ് എന്ന് പറയുന്നത് ഒരു 15% കണക്കൂട്ടൽ. അത് പല രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ, നെതർലൻഡ്സൊക്കെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾക്ക് ഇത് രാജ്യമാണ്. അവിടെയൊക്കെ അതൊരു 8%, 7%. അതായത് നമ്മുടെ GDP-യുടെ മൊത്തം രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദനത്തിൻ്റെ 15% ഇത് കൈമാറ്റം ചെയ്യപ്പെടുവാൻ വേണ്ടി ചെലവഴിക്കുക. അപ്പൊ ഈ റോഡ് സേവ് ചെയ്യാൻ പറ്റും. അതെ, പെട്രോളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിൻ്റെ ഏതാണ്ട് പകുതിയായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയും റോഡുകളുടെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ. ഈ ട്രാഫിക് ജാമുകളിൽ കിടന്ന് നമ്മുടെ സമയം സേവ് ചെയ്യുന്നു, കാര്യക്ഷമത സേവ് ചെയ്യുന്നു, ആളുകളുടെ ഹെൽത്തിനെ സേവ് ചെയ്യുന്നു. ഇങ്ങനെ 100. അപ്പം ഇപ്പം എന്തെല്ലാം നേട്ടങ്ങൾ ഇപ്പം ദേശീയ തലത്തിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുണ്ടായിരുന്നു, അതൊക്കെ ഒരു തുടക്കം. ഇന്ത്യ പോലെ ഇത്രയും ജനങ്ങളുള്ള, ഇത്രയും വിസ്തൃതമായ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു അടുത്തെങ്ങും എത്തുന്ന ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് വന്നിട്ടില്ല. നമുക്കൊന്നുമില്ലായിരുന്നതിൽ നിന്ന് ഇത്രയും പുരോഗതി ഉണ്ടായി എന്നുള്ളതൊക്കെ ശരി, പക്ഷേ അതൊരു തുടക്കമേ ആയുള്ളൂ. അത് വളരെയേറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ റോഡ് നിർമ്മാണത്തെ സംബന്ധിച്ച്, പോർട്ട് നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള, ഇപ്പോൾ ഈ എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം 120 പുതിയ എയർപോർട്ടുകളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനമുണ്ട്. അത് വർഷങ്ങളായിട്ടുള്ള പ്രഖ്യാപനമാണ്. ഇങ്ങനെ വീണ്ടും പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. എയർപോർട്ട് 120, ഇപ്പം ഈ ബഡ്ജറ്റിലും കേട്ടത് 120 എയർപോർട്ടുകളെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു വർഷങ്ങൾ എടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ സമീപനം ശരിയാണ്. ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സംബന്ധിച്ച് ആ മേഖലകൾ തന്നെ വികസിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ നല്ല കാര്യമാണ്. എങ്കിൽ പോലും ബഡ്ജറ്റിൽ മൊത്തത്തിൽ അതുകൊണ്ടാണ് പോർട്ടുകളുടെ ഷെയർ, സിമെൻറ്റ് കമ്പനികളുടെ ഷെയർ, സ്റ്റീൽ കമ്പനികളുടെ ഷെയറിനൊന്നും വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് കരുതി ഉണ്ടായില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഷെയർ പ്രൈസ് ഇന്ന് വളരെയേറെ കൂടും എന്ന് മാർക്കറ്റിൽ ഒരു പക്ഷേ ഇന്ന് താഴുകയാണ് ചെയ്തത്. പോർട്ടുകളുടെ ഷെയർ പ്രൈസ് പറയുന്നത് അദാനിക്കല്ല സംഭവിച്ചത്. മൊത്തത്തിൽ ഇൻഫ്രാസ്ട്രക്ചറിനുള്ള അദാനിയുടെ ഒരു മുഖ്യ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് എയർപോർട്ടുകൾ, സീപോർട്ടുകൾ, പവർ, ഇങ്ങനെയുള്ള മേഖലകളാണല്ലോ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെ സംബന്ധിച്ചാണ്. ആ മേഖലയ്ക്ക് നിന്നുള്ള ഈ ബഡ്ജറ്റ് മുഖം തിരിച്ചു നിന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് ആ ഒരു ഷെയർ മാർക്കറ്റിനെ ബാധിച്ചത്. ആ ഷെയർ മാർക്കറ്റിനെ ബാധിച്ചതാണ്. ആകെ ഷെയർ മാർക്കറ്റിൽ നിന്ന് ആകെ ഒരു സെക്ടറിൽ മാത്രമാണ് നേട്ടം ഉണ്ടായത്. ആകെ ഒരു സെക്ടറിൽ മാത്രമാണ്. അത് ഇൻകം ടാക്സ് പരിധി മാറ്റിയതാണ് ഇതിനകത്ത് പ്രധാന ഒരു കാരണം. അതായത് ആളുകളുടെ കൈകളിലേക്ക്, ഇടത്തരക്കാരുടെ കൈകളിലേക്ക് പണം വരുമ്പോൾ അവർ മദ്യ കമ്പനികളുടെ ഷെയറിൻ്റെ വില കൂടി, റഡിക്ക കൈത്താൻ പോലെയുള്ള സുള്ളു വൈൻസിൻ്റെ വില കൂടി, അതുപോലെ ഉള്ള മൊത്തത്തിൽ മദ്യ കമ്പനി, സിഗരറ്റ് ITCയുടെ വിലയാണ് ഇന്ന് കൂടിയത്, ഇന്ത്യൻ ടുബാക്കോ കമ്പനിയുടെ. അപ്പോൾ പുകയിലെ
കമ്പനികളുടെ വില കൂടി, മറ്റൊന്ന് ഹോട്ടൽ കമ്പനികളുടെ ഷെയറിന്റെ വില കൂടി, ലിക്ഷർ കമ്പനികളുടെ വില കൂടി. അപ്പോൾ ഈ ആകെ ഊന്നലുണ്ടായ കൺസ്യൂമർ പ്രോഡക്ട്സ്, അതായത് ഇടത്തരക്കാരും കൊച്ചു സമ്പന്നന്മാരും ഒക്കെ ഉപയോഗിക്കുന്ന ജനത്തിന് ഒരു മധ്യവർഗം ഉപയോഗിക്കുന്ന വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന കമ്പനികളുടെ മാത്രം ബാക്കി എല്ലാ മേഖലകളുടെയും കുറയാം. പവർ സെക്ടറിനെയൊക്കെ സംബന്ധിച്ച് വലിയ ഊന്നലുണ്ടാകുമെന്ന് കരുതി കാര്യമായ അറ്റമിക് ന്യൂക്ലിയർ പവറിനെ പറ്റിയൊക്കെയുള്ള പ്രസ്താവന ഉണ്ടായത് 1947 10-20 വർഷം കഴിഞ്ഞുള്ള ഭാവിയിലുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രമാണ് വാരി വിതറിയത്. അതുപോലെ സിമെൻറ്റ് കമ്പനികൾ ആ മേഖലയിലൊക്കെ അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയ്ക്ക് ഊന്നൽ നിന്നിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതുമായി അനുബന്ധമായിട്ട് ഒത്തിരി കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈവൻ ഓട്ടോമൊബൈൽ കമ്പനികളെ, ട്രക്കുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ അത് ഫലപ്രദം. പിന്നെ ഒരു എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാകുമായിരുന്നു, ഒരു വികസനത്തിന്റെ ഒരു ചെയിൻ ഉണ്ടാകുമായിരുന്നു, ഒരു കാസ്കേഡിംഗ് എഫക്ട് ഉണ്ടാകുമായിരുന്നു. വിശദീകരണത്തിൽ ഒരു കാര്യം വ്യക്തമാകുന്നു, ടൂറിസം ഇനിയുള്ള നാളുകളിൽ കൂടുതൽ ശക്തിപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം മധ്യവർഗത്തിന്റെ കയ്യിലേക്ക് കൂടുതൽ സേവിങ്സ് എത്തുന്നു. അത് അവരുടെ യാത്രകൾക്കും അവരുടെ വിനോദ ഉപാധികൾക്കുമായി ചെലവഴിച്ചാൽ അത് കേരളം പോലെയുള്ള സംസ്ഥാനത്തിന് കൂടുതൽ പ്രയോജനകരമാക്കാൻ കഴിയില്ല. അതുവരെ നമുക്ക് രണ്ട് തരത്തിൽ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ടൂറിസം മേഖല, ടൂറിസം ഇൻവേർഡ് ടൂറിസം ആണോ, ഇന്റേണൽ ടൂറിസം ആണോ, ഔട്ട്വേർഡ് ടൂറിസം ആണോന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കുള്ള ടൂറാണ് കൂടാൻ പോകുന്നത്. ശ്രീലങ്കയിലേക്ക് പോകും, മാലിയിൽ പോകും, അല്ലെങ്കിൽ തായ്വാനിൽ പോകും, അല്ലെങ്കിൽ കുറച്ചുകൂടെ സമ്പന്നരായിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അമേരിക്കയിലേക്ക് പോകും. അത് ഇന്ത്യയിലേക്കുള്ള ടൂറിസം കൂടാനുള്ള സാധ്യത മാറണമെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ മാറണം. അതാണ് അതിൻ്റെ നമ്മുടെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള കാര്യം, സോഷ്യൽ ആയിട്ടുള്ള കാര്യം. കേരളത്തിലെ ടൂറിസം സെക്ടറൊക്കെ ഇന്ന് പിടിച്ചു നിൽക്കുന്നത് ഡൊമസ്റ്റിക് ടൂറിസം കുറച്ച് കൂടും. അത് ആ ഒരു കൾച്ചർ, അത് ഈ ബഡ്ജറ്റിന്റെ മാത്രമല്ല, അത് കോവിഡിന് ശേഷം ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ മൊത്തം ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഏതായാലും ജീവിക്കുന്നിടത്തോളം കാലം എപ്പോഴാണ് തട്ടിപ്പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം ആഘോഷമായിട്ട് ജീവിക്കാമെന്നൊരു തോന്നുന്നു. അതുകൊണ്ടാണ് മദ്യ കമ്പനികളുടെ ഷെയറിന്റെ വില കൂടിയിട്ടുണ്ട്. ഇതിന്ന് ഈ ബഡ്ജറ്റിന് ശേഷം ഒരു കുതിച്ചുചാട്ടം ഉണ്ടായി ചെറിയ തോതിൽ. അല്ലാതെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ വില കൂടിയ ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ മദ്യ കമ്പനികളുടെ. അതേസമയം മധ്യപ്രദേശിലൊക്കെ മദ്യം കൂടുതൽ നിരോധനമൊക്കെ, ആരാധനാലയങ്ങളോടത്ത് മദ്യം പാടില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒരു നിരോധനം വന്നിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഒരു ചെറിയ തോതിൽ കുറഞ്ഞു, വീണ്ടും മദ്യ കമ്പനികളുടെ ഷെയറിൻ്റെ വില കൂടി. അപ്പം ഇങ്ങനെയുള്ള ഒരു ആളുകളുടെ ഉല്ലാസത്തിനും ആഹ്ലാദത്തിനും വേണ്ടിയുള്ള സംവിധാനങ്ങൾക്കെല്ലാം ഹോട്ടൽ ഇൻഡസ്ട്രി മൊത്തം ഇന്ന് കൂടി. ഇന്ത്യൻ ഹോട്ടൽ ടാറ്റ ഗ്രൂപ്പിൻ്റെ താജ് ഗ്രൂപ്പ് ഹോട്ടൽ, ഇന്ത്യൻ ഹോട്ടൽ കോർപ്പറേഷൻ്റെ ഷെയറിൻ്റെ വില കൂടി. മൊത്തം എല്ലാ എനിക്ക് തോന്നുന്നത് ഹോട്ടൽ മേഖലയുടെ ഷെയർ. പിന്നെ ഒന്ന് ഇത് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഷെയർ പ്രൈസ് കൂടിയിട്ടുണ്ട്. അത് മെഡിക്കൽ ടൂറിസത്തെ സംബന്ധിച്ചുള്ള വാർത്തയാണ്. മെഡിക്കൽ ടൂറിസത്തിൽ നമുക്ക് ഭയങ്കര സ്കോപ്പാണുള്ളത്. ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന ഇൻഷുറൻസ് കമ്പനികൾ, വിദേശ ഇൻഷുറൻസ് കമ്പനികൾക്ക് 100% അല്ല, അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പം ഈ വാറൻ ബഫറ്റിനെ പോലെയുള്ള ആളുകളുടെ ഏറ്റവും വലിയ പണം ഉണ്ടാക്കിയൊരു മേഖല ഇൻഷുറൻസ് മേഖലയാണ് അമേരിക്കയിലും മറ്റും ഇൻഷുറൻസ് കമ്പനികൾ ഭീമാകാരമായ കമ്പനികളാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ബഡ്ജറ്റ് പ്രസംഗത്തിന് ശേഷം ഇന്ത്യയിലെ ലിസ്റ്റഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ ഷെയർ പ്രൈസ് കുറയുകയാണ് ഇന്ന് കുറയുകയാണ്. അല്ലാന്ന് വെച്ചാൽ വിദേശ ഭീമന്മാർ ഇന്ത്യയിലേക്ക് വരും 100%. അവരുടെ ഇന്ത്യൻ സബ്സിഡിയറി, ഓളി ഓൺ ഇന്ത്യൻ സബ്സിഡിയറി വരും. അപ്പോൾ അവർ ഭീമാകാരമായ സാമ്പത്തിക പിൻബലത്തോടു കൂടിയാണ് അവർ വരുന്നത്. ഇവരൊരു 3, 4, 5 വർഷം ഇവർക്ക് അഗ്രസീവായിട്ട് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയുമ്പോഴോ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലുള്ള ക്യാപിറ്റൽ ബേസ് കമ്പാരിറ്റീവ്ലി കുറവുള്ള ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കോമ്പറ്റീഷൻ പിടിച്ചു നിൽക്കാനൊക്കെ അത് വരും. അതിനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം ഇന്ത്യൻ ഇൻഷുറൻസ് മേഖല തുറന്നു കൊടുത്തത് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് ഇൻഷുറൻസ് സാധാരണ ആളുകളെ സംബന്ധിച്ച് ഗുണമായിരിക്കാം. പക്ഷേ ഈ ഒരു വലിയൊരു രക്തചൊരിച്ചിലുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. മറുവശത്ത് ഇൻഷുറൻസ് കമ്പനികൾ പൂർണ്ണ നിക്ഷേപം ഇന്ത്യയിൽ തന്നെ ഇറക്കണമെന്ന് പറയുമ്പോൾ അത് ഗവൺമെന്റിന് കൂടുതൽ കരുത്ത് പകരില്ലേ? കാരണം ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച് ആ നിക്ഷേപത്തിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. അല്ല, എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ, ഇന്ത്യൻ കറൻസിയെ ശക്തിപ്പെടുത്താനുള്ള ഒരു ഉദ്ദേശവും കൂടി അതിൻ്റെ ഉണ്ട്. ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാപിറ്റൽ അഡിക്വസി എന്ന് വലിയൊരു പ്രശ്നമുണ്ട്. ഇൻഷുറൻസ് കമ്പനികളുടെ അതാണ് നിക്ഷേപം എന്ന് പറയുന്ന മറ്റു ഫാക്ടറികൾ വരുന്നത് പോലെ കെട്ടിടങ്ങൾ നിർമ്മാണമൊന്നുമല്ല. അതിൻ്റെ ക്യാപിറ്റൽ അഡിക്വസിയാണ്, അത് വേണം. അപ്പോൾ ആ ക്യാപിറ്റൽ ഇപ്പോൾ 100% വിദേശ കമ്പനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ വിദേശ നാണ്യമാണല്ലോ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ വിദേശ നാണ്യത്തെ ആകർഷിക്കാനുള്ള ഒരു താല്പര്യവും കൂടി ഉണ്ടാവാം. പക്ഷേ അതാണോ എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇൻഷുറൻസ് വളരെ കാലമായിട്ടുള്ള ഒരു ഡിമാൻഡായിരുന്നു അത്. ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കൊടുക്കണമെന്നുള്ളത് അത് വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു നീക്കമാണ്. എന്നത്തെ ഇൻഷുറൻസ് ഒരു പെനട്രേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ കുറവാണ്.
ഇപ്പം മറ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും 100% ആളുകളും ഇൻഷുറൻസ് ഉണ്ടല്ലോ. ഇവിടെ ഒരു 10% ആളുകൾക്ക് ഇപ്പോഴും ഇൻഷുറൻസ് ഉള്ളൂ. 90% അൺടാപ്ഡ് മാർക്കറ്റാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഷുറൻസ് കമ്പനികളുടെ ഒരു മേഖലയിൽ അത് ഗവൺമെൻറ് ചിന്തിച്ചെടുത്ത ഒരു തീരുമാനമാണ്. അതിൻ്റെ പിന്നിൽ വിദേശ താല്പര്യങ്ങളുണ്ടോ എന്നൊന്നും നമുക്ക് പറയാനൊക്കില്ല. അതിൻ്റെ പിന്നിൽ കർട്ടന് പിന്നിൽ വല്ലതും ഉണ്ട്. ഏതായാലും അത് വലിയൊരു മാറ്റമാണ്. രാഷ്ട്രീയമായി നമ്മൾ ഈ ബജറ്റിനെ ഒന്ന് വിലയിരുത്തുമ്പോൾ ഇന്ത്യയിലെ മധ്യവർഗത്തിന്റെ കൂടുതൽ വിശ്വാസം ആർജിക്കാൻ ഇതുവഴി BJPക്ക് കഴിയുന്നു. സാധാരണ രീതിയിൽ ഒരു വരേണ്യവർഗത്തിന്റെ സമ്പന്ന വിഭാഗത്തിന്റെ പാർട്ടിയാണ് BJP എന്നൊക്കെയുള്ള ആക്ഷേപത്തിൽ നിന്നും മധ്യവർഗത്തെ ചേർത്ത് പിടിക്കുന്ന, ഇന്ത്യയിൽ വളർന്നു വരുന്ന പണക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ബഡ്ജറ്റ് അല്ലേ ഇത്? അതെ, ഈ ബഡ്ജറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ചാണ് നമ്മൾ ഈ ബഡ്ജറ്റിനെ വിലയിരുത്തേണ്ടത്. രാഷ്ട്രീയമായിട്ട് വിലയിരുത്തേണ്ടത് ഒന്നും കൊടുത്തില്ല. അല്ലെ, അതാണ് പറയാ. കഴിഞ്ഞ ബഡ്ജറ്റുമായിട്ടൊന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കണം. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അയോധ്യയിലൂടെ ഒരു 400 സീറ്റ് കിട്ടും. അല്ല, കഴിഞ്ഞ ഈ BJPയുടെ ഒരു കോർ എന്ന് പറയുന്നത് ഒന്ന് ഒരു മധ്യവർഗ വ്യാപാരികൾ, ആ ഒരു മേഖലയാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. രണ്ട്, ഹിന്ദു വർഗീയതയിലും മതചിന്തയിലും ഈ രണ്ട് വിഭാഗമായിരുന്നു അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്, അടിസ്ഥാനം, അവരെ നട്ടല്ല എന്ന് പറയുന്നത്. ഈ രണ്ട് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം അയോധ്യ ക്ഷേത്രമുണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ തീവ്ര ഹിന്ദു വിഭാഗത്തെ ഇനി സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് വോട്ട് പിടിക്കാൻ കഴിയില്ല എന്നും ഈ അടുത്ത കാലത്തുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും കാണിച്ചു. എന്നുവെച്ചാൽ കർണാടക തെരഞ്ഞെടുപ്പിലാണ് ലാസ്റ്റ് തീവ്രമായി മതാടിസ്ഥാനത്തിൽ വോട്ട് പിടിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നത്. അമ്പെ പരാജയപ്പെട്ടു. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആ കമ്മ്യൂണൽ കാർഡ് പുറത്തെടുത്തില്ല. അല്ലാതെ തന്നെ വികസനം, ഒരു സെക്യുലർ, എല്ലാവരെയും ഉൾക്കൊണ്ട് ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പാത്ത് എന്നൊക്കെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത്, സകല കക്ഷികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് മോദിയെ മുന്നേ നിർത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു പാർട്ടിയാണ് എന്ന് പഴയൊരു കോൺഗ്രസിൻ്റെ ഒരു രൂപമായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണ്, ഞങ്ങൾ ആരെയും മാറ്റി നിർത്തുന്നില്ല. ആ സന്ദേശമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പുറത്ത് കാണിച്ചത്. പക്ഷേ നിതീഷ് കുമാർ ഉൾപ്പെടെ ആളുകളെ എല്ലാം ഒന്നിച്ച് കൂടെ നിർത്തിയിട്ടും മോഡിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് പ്രതിപക്ഷം പോലും കരുതിയില്ല. BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് സാധാരണ പ്രതിപക്ഷം പോലും വിചാരിച്ചിരുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. അത് തീർച്ചയായും രാഷ്ട്രീയമായ ഒരു പുനർചിന്തയ്ക്ക് BJP തയ്യാറായതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഹരിയാന തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഫ്രീബീസിലൂടെ ആളുകൾക്ക് നമ്മുടെ കേരളം വിജയകരമായി പരീക്ഷിച്ച കിറ്റ് രാഷ്ട്രീയം കേരളത്തിൽ നിന്ന് BJP പകർത്തിയെടുത്ത്, അല്ലെങ്കിൽ ആദ്മി പാർട്ടി ഡൽഹിയിൽ കളിച്ച കാർഡ് കൃത്യമായിട്ട് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഉപയോഗിക്കുകയും BJP അത് ഫലപ്രദമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന നഷ്ടം പരിഹരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഡൽഹിയിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ പേഴ്സണൽ ഇൻകം ടാക്സിൻ്റെ പരിധി മാറ്റിയതിൻ്റെ ഏറ്റവും ആഹ്ലാദിക്കുന്ന ഒരു സംഘടിത ജനവിഭാഗം ഉണ്ടെങ്കിൽ അത് ഡൽഹിയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. രണ്ടാമത് ബീഹാറിലേക്കാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ ഫോക്കസ് ബഡ്ജറ്റ് വന്നത്, ഏറ്റവും കൂടുതൽ ആക്ഷേപത്തിന് അർഹതമായത് ബീഹാർ സെൻട്രിക് ബഡ്ജറ്റാണെന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ നിതീഷ് കുമാർ ലാസ്റ്റ് മിനിറ്റ് പാലം വലിച്ചു കഴിഞ്ഞാൽ പോലും ബീഹാറിനെ കൂടെ നിർത്തണം എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ഈ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ നിഴലിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പാണ് നിഴലിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് പൊളിറ്റിക്കലി ഇതിനകത്ത് കാണുന്നത്. ഇനിയും BJPക്ക് ഏതായാലും BJPക്കല്ല, ഒരു പാർട്ടിക്ക് ഒരു കമ്മ്യൂണൽ കാർഡിലൂടെ അതിൻ്റെ ഒരു കാലഹരണപ്പെട്ട് കഴിഞ്ഞു. ആ ഒരു കാർഡ് എന്നുള്ളത്, ആ ഒരു നിലപാട് എന്ന് കാലഹരണപ്പെട്ട നിലപാട്. അപ്പോൾ എല്ലാവരും ഓൾ ഇൻക്ലൂസീവ്, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വികസന പാത എന്നുള്ളത് ഒരു സമീപനമേ BJPക്ക്. വോട്ട് കിട്ടുവാൻ വേണ്ടി കിറ്റ് രാഷ്ട്രീയം എന്നുള്ളത് ഫ്രീബീസ്. പക്ഷേ അത് ഇക്കോണമിയെ, സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡാമേജിങ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഫ്രീബി. ഏതാണ്ട് BJPയുടെ സഹസഞ്ചാരിയായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി, അതുപോലെ തന്നെ മോഹൻദാസ് പൈ മുതലായ ആളുകൾ ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അവരിലുള്ള ഇൻ്റർവ്യൂസൊക്കെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസത്തിന് അടുത്ത കാലത്ത് വന്ന എല്ലാ ഇൻ്റർവ്യൂസിലും അവർ BJPയുടെ ഈ ഫ്രീബീസ് വിതരണം ചെയ്യുന്നത് ഏതാണ്ട്
10 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ സാമൂഹ്യ സുരക്ഷ എന്ന പേരിൽ ചിലവഴിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ നടപടികളൊക്കെ വേണം, വിദ്യാഭ്യാസത്തിന് സഹായം വേണം. പക്ഷേ ഈ സൗജന്യങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് വിതരണം ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ആ രീതി, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരുന്ന ബഡ്ജറ്റിലൂടെ ആനുകൂല്യങ്ങൾ വാരി വിതറുന്നത്, അത് ഇക്കോണമിയെ ബാധിക്കും. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി, അടിസ്ഥാന വികസനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട പണമാണ് ഇങ്ങോട്ട് വഴിമാറ്റുന്നത് എന്നുള്ളത് വലിയ ഒരു അപകടമാണ്. ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള നമുക്ക് കാതലായ ഒരു ദോഷം പറയാനുള്ളത്, ഈ ബഡ്ജറ്റ് ഒരു പോപ്പുലിസ്റ്റിക് ആകാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇത് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് BJP പിന്തുടർന്നു വന്ന അടിസ്ഥാന സൗകര്യ വികസനത്തെ നൽകിയ ഊന്നലിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ളത് വലിയൊരു ദോഷമാണ്. പക്ഷേ പേഴ്സണൽ ടാക്സേഷൻ കാര്യത്തിൽ പരിധി അത്ര എത്ര ഉയർത്തിയാലും അത് കൊടുക്കുന്നവരെ സംബന്ധിച്ച് സന്തോഷമാണ്. അത് വേറൊരു കാര്യം. എന്തായാലും കുറച്ചുകൂടെ സിമ്പിൾ, എനിക്ക് തോന്നുന്ന എല്ലാവിധ റിബേറ്റുകളും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് ഓൾഡ് പേഴ്സണൽ ടാക്സ് സ്ട്രക്ചർ ഇനി നിലനിർത്തുന്നതിലേ അർത്ഥമില്ല. കഴിഞ്ഞ വർഷം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 72% ആളുകൾ ന്യൂ സ്കീമിലാണ് ഇൻകം ടാക്സ്. മറ്റൊരു സംവിധാനം തന്നെ ആവശ്യമില്ല. കുറച്ചുകൂടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വരാതെ രാജ്യം അതിന് ആ ഒരു ഇഷ്യൂ ഒന്നും കാര്യമായിട്ട് ചെറിയ തോതിലുള്ള ചില കാര്യങ്ങളെയൊക്കെ അഡ്രസ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല. ചില അവിടെ ഇവിടെയൊക്കെയുള്ള അങ്ങനെയുള്ള ചില ശ്രമങ്ങളുണ്ട്. ചില ഡ്യൂട്ടികൾ ഒഴിവാക്കുന്നു, അതുപോലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ള ക്രിമിനൽ പല റിട്ടേണുകൾ ഫയൽ ചെയ്യാത്തത് ക്രിമിനൽ ഒഫൻസ് ആയിരുന്നു, ക്രിമിനൽ അല്ല എന്ന് മാറ്റിയിരിക്കുന്നുണ്ട്. അതിനുള്ള സമയം കൊടുത്ത് കുറച്ചുകൂടെ ലിബറൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. കുറേ പെർമിറ്റുകളുടെയും ഒക്കെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കുറച്ച് അത്, പക്ഷേ അത് എങ്കിൽ പോലും ഇനിയും ആ മേഖലയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് വളരെ ശക്തമായ നടപടികൾ ബഡ്ജറ്റിലൂടെയും അല്ലാതെയും ഇനി ഉണ്ടാവേണ്ടതുണ്ട്. കേരളത്തിലൊന്നുമില്ല എന്ന് ധനകാര്യമന്ത്രി ബാലഗോപാൽ പറയുന്നു. 4000 കോടിയുടെ പോലും പണ്ട് വർഷങ്ങൾക്ക് മുൻപ് 70,000 കോടിയായിരുന്നു കേന്ദ്ര ബജറ്റ് വിഹിതമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അത് 40,000-ൽ പിന്നീട് 30,000-ൽ ഇപ്പോൾ ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ. അല്ല, അതിനകത്ത് അതിൻ്റെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് കേരളത്തിലെ അതെല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ് കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ളത്. നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഒരു സവിശേഷത ഏതാണ്? നമുക്ക് അമേരിക്കൻ ഫെഡറൽ സംവിധാനം പോലെ ഒരു ഫെഡറൽ സംവിധാനമല്ല ഇന്ത്യയുടേത്. ഇന്ത്യയിലെ 5-6 സ്റ്റേറ്റുകൾക്ക് കൂടി കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ, ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷം കിട്ടുന്നു. സ്റ്റേറ്റുകൾക്ക് ഈക്വൽ റെപ്രസെൻറ്റേഷനില്ല. അമേരിക്കയിലെ ഓരോ കൊച്ചി സ്റ്റേറ്റിലും അമേരിക്കൻ സെനറ്റിൽ ഈക്വൽ റെപ്രസെൻറ്റേഷനാണ്. സെൻട്രലാണ് ബഡ്ജറ്റ് പാസ്സാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചി സ്റ്റേറ്റുകളെ ഇവിടെ കൂടെ നിർത്തേണ്ടതുണ്ട്. ആ ഒരു ബലഹീനത നമ്മുടെ വ്യവസ്ഥിതിയിൽ, ഫെഡറൽ വ്യവസ്ഥിതിയിലുള്ള ഒരു പ്രശ്നമാണ്. അത് ഉള്ളതാണ്. നമുക്കൊരു ബഡ്ജറ്റ് കൊണ്ട് മാറ്റാവുന്ന കാര്യമല്ല. ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്, നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒന്ന്, ഈ കിട്ടുന്നത് നമുക്ക് നാമമാത്രമായിട്ടേ കിട്ടുന്നുള്ളൂ, നക്കാപ്പിച്ചേ കിട്ടുന്നുള്ളൂ. ഈ നക്കാപ്പിച്ചുകൊണ്ട് നമ്മൾ കാണിക്കുന്ന ആർഭാടമാണ് വേറൊന്ന്. ഈ നക്കാപ്പിച്ച കിട്ടും. അപ്പം നക്കാപ്പിച്ചയ്ക്ക് അപ്പുറം നമുക്ക് എന്തെങ്കിലും കേരളത്തിന് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, എത്ര ആർഭാടം നമ്മൾ കാണിച്ചേനെ എന്നുള്ളത് വേറൊരു കാര്യമുണ്ട്. അതായത് മധ്യപ്രദേശിലെ കേന്ദ്ര യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും, അല്ലെങ്കിൽ മധ്യപ്രദേശ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശിലുമൊക്കെയുള്ള പബ്ലിക് സർവീസ് കമ്മീഷനുള്ള അംഗങ്ങളുടെ 5 ഇരട്ടിയും 10 ഇരട്ടിയുമാണ് കേരളത്തിലുള്ളത്. അവരൊക്കെ 2 പെൻഷനും വാങ്ങിച്ച് വലിയ ഓഫീസുകളും വാങ്ങിച്ച് അവരുടെ എന്തൊരു പാരഫർണേലിയാണ് അത് മനസ്സിലാക്കണം. അപ്പം ഒന്നും കിട്ടാഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു, ഇത്ര അഹന്ത കാണിക്കുന്നു. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്തതിനെന്ന് അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന നമ്മൾക്ക് കിട്ടിയത് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിച്ചു എന്നാണ് ആദ്യം കാണിക്കേണ്ടത്. എന്നിട്ടാണ് കിട്ടാത്തതിനെ പറ്റി കേഴേണ്ടത്. ആ കാര്യത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് എനിക്ക് പറയാനുള്ളതാണ്. വളരെ നന്ദി പ്രൊഫസർ ജോസഫ് പറമ്പിക്ക്. നന്ദി, നമസ്കാരം.